ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് റോഷൻ തോമസ്. +2 എക്സാം കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ എല്ലാവരുടെ മൈൻഡിലുള്ളൊരു ചോദ്യമാണ് ഇനി എന്ത് എന്നുള്ളത്. സോ പലർക്കും അതിനുള്ള ഉത്തരം ഓൾറെഡി കിട്ടിക്കാണും. ചിലർ ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ച് കാണും, ചിലർ ഡിപ്ലോമ കോഴ്സ് ഏതെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലർ പ്രൊഫഷണൽ കോഴ്സുകളും ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒന്നായ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ചൂസ് ചെയ്ത അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. കൊമേഴ്സ് ഫീൽഡിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറ്റവും പ്രോമിസിംഗ് ആയ ഒന്നാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. 1 ലക്ഷത്തോളം ക്വാളിഫൈഡ് പ്രൊഫഷണൽസും 5 ലക്ഷത്തിലധികം സ്റ്റുഡൻസും പെർസീവ് ചെയ്യുന്ന ICMA എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണിത്. ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾ അറിയേണ്ടത് ഇതിന്റെ കോഴ്സ് റൂട്ടിനെ പറ്റിയാണ്. സോ കോഴ്സ് റൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതാണ് കോഴ്സ് റൂട്ട് എന്ന് പറയുന്നത്. +2 മുതൽ CMA ക്വാളിഫൈഡ് ആവുന്നത് വരെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. +2 പാസ് ഔട്ടായി CAT എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്നാണ് CATന്റെ ഫുൾ ഫോം. അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാലും ഒരു ഓവർവ്യൂ പോലെ ഇന്റർമീഡിയറ്റ് കഴിയുക, ഇന്റർമീഡിയറ്റ് ചെയ്യേണ്ട ഒരു ആർട്ടിക്കിൾഷിപ്പ്, ഒരു ട്രെയിനിങ് ഉണ്ടാവും. ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റും. ഫൈനൽ എക്സാം എഴുതി ക്വാളിഫൈഡ് ആയാൽ നിങ്ങളൊരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് മാറിക്കഴിയും. ഇതാണ് നിങ്ങളുടെ ഒരു കോഴ്സ് റൂട്ട് എന്ന് പറയുന്നത്. ഒരു 3.5 to 4 years ആണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡിഗ്രി എടുത്ത് ഒരു MCOM എടുത്ത് കഴിയുന്നതിനേക്കാളും കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറാൻ പറ്റും. വെറും പ്രൊഫഷണൽ ആണോ? അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ റെക്കഗ്നിഷൻ ഉള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ്. അതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിലബസിനെ ഒന്ന് പരിചയപ്പെടുത്താം. എന്തിനാ സിലബസ് അറിയുന്നതെന്ന് ചോദിച്ചാൽ ഇത് എത്രത്തോളം നിങ്ങൾ പഠിച്ചതുമായിട്ട് സിമിലർ ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തിന് നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ആ സിലബസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 ലോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ്. ഈ 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതാണ് ഇവിടെ ഇത്രയും കൊടുത്തിരിക്കുന്നത്. 1, 2 എന്ന് പറഞ്ഞ് 2 പാർട്ട് ആക്കിയിട്ട് അതിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഈ 4 സബ്ജക്റ്റ് പഠിക്കുന്നത്. അതിനകത്ത് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ് ഞാൻ 2 എണ്ണം പരിചയപ്പെടുത്തി. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2. ഈ 2 സബ്ജക്റ്റും നമ്മൾ ഓൾമോസ്റ്റ് കവേർഡ് ആണ്. +1 +2 ഓൾമോസ്റ്റ് കവേർഡ് ആയിട്ടുള്ള സാധനമാണ്. എന്നാൽ കുറച്ചുകൂടി ലെവൽ കൂട്ടിയാണ് നമ്മളിവിടെ പഠിക്കുക എന്നത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനിയുള്ളത് ലോയും സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസും ആണ്. ലോയും സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസും നിങ്ങൾ ഇതുവരെയും പഠിക്കാത്ത ഒന്നാണ്. അത് എൻറ്റയർലി ന്യൂ ആണ്. ഇതെല്ലാം ലോ ബേസ്ഡ് ആണ്, ആക്ട് ബേസ്ഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ മേ ബി കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു പഠിത്തം ആയിരിക്കും ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. സോ എന്നും പറഞ്ഞ് ഇത് എൻറ്റയർലി ന്യൂ ആണെന്നും പറഞ്ഞ് എൻറ്റയർലി ഡിഫിക്കൽട്ടായ ഒന്നല്ല, വളരെ സിമ്പിൾ ആണ്. എന്നാൽ പഠിക്കുന്ന രീതിയിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. സിലബസിന്റെ ഒരു ഓവറോൾ സ്മോൾ ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സിലബസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പാസിംഗ് ക്രൈറ്റീരിയയും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 2 പേപ്പറുണ്ട്, 100 മാർക്ക് വീതമുള്ളത്. ഇതിൽ ഓരോ പേപ്പറിനും 40 മാർക്ക് വീതമെങ്കിലും മേടിച്ചിരിക്കണം. എന്നാൽ ഇൻ അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ 200-ൽ 100 മാർക്കും വേണം. സോ ഇതാണ് പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തിനാണ് ഈ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇടേണ്ട എഫോർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ എഫോർട്ടിന്റെ പകുതി മാത്രമാണ്. എന്തുകൊണ്ട്? ബാക്കി 2 സബ്ജക്റ്റുകളും നിങ്ങൾ ഓൾറെഡി കവേർഡ് ആണ്. ബാക്കിയുള്ള 2 സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് എഫോർട്ട് ഇട്ടാൽ മതി. ഇനി എഫോർട്ട് ഇടുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഴുതുന്ന 90% വിദ്യാർത്ഥികളും പാസ്സാവുന്ന ഒരു എക്സാമാണ് CAT എക്സാം എന്ന് പറയുന്നത്. എഴുതുന്ന 90% വിദ്യാർത്ഥികൾ പാസ്സാവുന്ന ഒരു എക്സാം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോശപ്പെട്ട ഒരു എക്സാം അല്ലേ. കാരണം പാസിംഗ് പെർസെൻറ്റേജ് കുറവുള്ള എക്സാം അല്ലേ കുറച്ചുകൂടെ നല്ല കോഴ്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ ശരിക്കുമുള്ള ബാറ്റിൽ, ദ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് 2nd ലെവൽ തൊട്ടാണ്. ഇതൊരു എൻട്രൻസ് എക്സാം മാത്രമായിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങളുടെ യഥാർത്ഥ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഇതിൻ്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഇന്റർ ലെവൽ വരുമ്പോഴാണ്. അവിടാണ് നിങ്ങളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത്രയും നല്ലൊരു പ്രോമിസിംഗ് കോഴ്സിലേക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് കിടക്കുമ്പോൾ നിങ്ങൾ ഈ കോഴ്സിനെ പരിഗണിക്കാതെ പോകരുത്. സോ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ സിലബസിനെ ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതായിരുന്നു നമ്മളുടെ എയിം. അതിപ്പോൾ ഓവർ ആയിരിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.